നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഓണത്തിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. പിന്നെ ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതായത് ഓണത്തിന് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയായിരുന്നു എൻ്റെ വകയായിട്ട്. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ കൂട്ട് മാംഗോ പച്ചടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ലൈക്ക് നമ്മളൊക്കെ ഞാനാണെങ്കിൽ പച്ചടി കഴിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ നോർമൽ വൈറ്റ് പച്ചടി, പിന്നെ പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി. പക്ഷെ മാംഗോ പച്ചടി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ പച്ചടി പൊതുവേ സിമ്പിളാണല്ലോ വെക്കാൻ, പക്ഷേ മാംഗോ പച്ചടിയും സിമ്പിളാണ് വെക്കാൻ. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഓണത്തിന് മാത്രമല്ല, നമുക്ക് നോർമലിയും വീട്ടിൽ പച്ചടി ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും ചോറും മോരും ആ പച്ചടി ഉണ്ടെങ്കിൽ അത് മാത്രം മതി, കറി വേറെ ആവശ്യമൊന്നുമില്ല. അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെന്തായാലും റെസിപ്പി കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. മെയിനായിട്ട് മാങ്ങയാണ് വേണ്ടിയത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പഴുത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത്. പഴുത്ത മാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടി. തേങ്ങയും പിന്നെ മുളക്, കരിയാപ്പല, വറ്റൽ മുളക്, പിന്നെ ജീരകം, പിന്നെ കടുകുണ്ട്. അത് നമ്മൾ കടുക് വറുക്കാൻ നേരത്താണ് എടുക്കുന്നത്. അപ്പോൾ കടുക് വറുക്കാൻ നേരത്ത് നമ്മൾ ജീരകമല്ല കടുകും നമ്മുടെ കൊച്ചുള്ളിയും പിന്നെ വറ്റൽമുളകും എടുക്കണം. ഇത്രയാണ് കടുക് വറുക്കാൻ വേണ്ടി ലാസ്റ്റ് എടുക്കുന്നത്. അപ്പം നമ്മൾ മിക്സിക്കകത്തോട്ട് നമ്മുടെ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. നമ്മളിത് അരയ്ക്കാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് തേങ്ങ, നമ്മുടെ വറ്റൽമുളക്, ജീരകം ഇത്ര ഇട്ടിട്ട് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഉപ്പും കൂടി ഇടണം കേട്ടോ, ശകലം ഉപ്പും കൂടി. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കുക. അപ്പം നോർമലി ആൾക്കാർ പച്ച മാങ്ങ വെച്ചും ഇതുണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് പഴുത്ത മാങ്ങ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നടുവേ കീറി ഇട്ടാൽ മതി. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആക്ച്വലി പഴുത്ത മാങ്ങയായതുകൊണ്ട് ഓൾറെഡി അത് സോഫ്റ്റാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കല്ല്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനിത് അടുപ്പേ വെച്ചേക്കണമെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ഫ്ലേവേഴ്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ മുളകിൻ്റെയും കരിയാപ്പലയുടെയും ആ ഒരു ഫ്ലേവർ ഈ മാങ്ങയുടെ കൂട്ടത്തിൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഗ്യാസിലൊന്ന് ഇച്ചിരി നേരം വെക്കുന്നത്. ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മാംഗോ പച്ചടി എന്ന് പറയുന്നത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ മാംഗോ പച്ചടി പേഴ്സണലി ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇതാദ്യമായിട്ടാണ് ഈ മാങ്ങ പച്ചടി എന്ന് പറയുന്ന ഒരു സാധനം കഴിക്കാൻ പോകുന്നത് തന്നെ. ആദ്യമായിട്ട് കഴിക്കുന്നതും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതും എങ്ങനെയാവും എന്ന് ആക്ച്വലി എനിക്കൊരു പിടിയില്ല. എന്നാലും കുളമാവത്തില്ലെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. ആ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പറ്റി ലൈക്ക് ഒന്നുകൂടെ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം. കണ്ടില്ലേ, നല്ലതായിട്ട് അതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ എനിക്കിങ്ങനെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ അരപ്പ് നമ്മൾ ആദ്യമേ അരച്ച് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്നത്. അപ്പം ആ അരപ്പ് നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണം. അരപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
അപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ മെയിൻ ഒരു സാധനം ഇടണം, അതായത് നമ്മുടെ തൈരാണ്. അപ്പം പച്ചടി തൈര് വെച്ചാണല്ലോ നോർമലി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ തൈരിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം മറക്കല്ല്, തൈര് ഇടുന്നതിന് മുമ്പേ തന്നെ സ്റ്റൗ ഓഫ് ആക്കുക. എന്നിട്ട് വേണം നമ്മൾ തൈരിട്ട് കൊടുക്കാൻ. എന്നിട്ട് തൈരിട്ടിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക. ഫുള്ള് നല്ലപോലെ എല്ലായിടവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മൾ കടു വറുക്കാൻ പോവുകയാണ്. അപ്പം ഒരു കൊച്ചു പാനിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കടുകിട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ഒരു 5-6 കൊച്ചുള്ളി എടുത്താൽ മതി. പിന്നെ നമ്മുടെ മെയിൻ സാധനം, അതായത് കേരളക്കാർ എല്ലാത്തിനകത്ത് മെയിനായിട്ട് ഇടുന്ന ഒരു സാധനമാണ്, അതായത് നമ്മുടെ കറിവേപ്പില, കറി ലീവ്സ്. അപ്പം അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കൊച്ചുള്ളി ഒന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ശകലം ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു ശകലം ഇട്ടാൽ മതി, ഒരു ചെറിയൊരു കളറിന് വേണ്ടി ഞാൻ ഇടുന്നതാണ്. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ കടുക് വറുത്തതെല്ലാം കൂടി നമ്മുടെ പച്ചടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊരു 2 സെക്കൻഡ് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് കടുക് നമുക്ക് ഇതിനകത്തോട്ട് ഇടണം. കടുക് പൊടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടണം. അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ മാങ്ങ പച്ചടി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.